ഈശ്വര നല്ലൊരു കണി കാണിക്കണേ. ഇന്ന് നമ്മളുടെ റോക്കിയാണ്. ഇത് കണിയല്ല കെണിയാ. ഞാൻ നോമിനേറ്റ് ചെയ്ത ആള് ജിൻഡോയാണ്. അതിനൊന്നും ഇല്ലേ? ജിൻഡോ വഴിതെറ്റി വന്ന ഒരാളിനെ പോലെയാണ് എനിക്ക് അവിടെ തോന്നിയത്. പബ്ബപ്പാട്ട് പരക്കം പായുന്ന ഒരാള്. ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. എന്തൊക്കെയോ നിഗൂഢതകള് ജിൻഡോ കപ്പടിച്ചതിന്റെ പിന്നില് ഞാൻ മനസ്സിലാക്കുന്നു. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. റിയലി ഡിസപ്പോയിന്റഡ്. യു ആർ ഡിസപ്പോയിന്റഡ്. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. ആരെയാണ് കപ്പ് ഡിസേർവ് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നത്? ആരാണ്? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. ഈ ഷോയാ, അതായത് റോക്കി പോയതിനു ശേഷം ഈ ഷോ കൊണ്ടുപോയത് ഒരേ ഒരാളുണ്ടെങ്കിൽ അത് ജാസ്മിൻ മാത്രമാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടൊക്കെ കൊണ്ടിടോ. ഭയങ്കര കഷ്ടപ്പെട്ട് എന്തുവാ പറയാ, ഇതിപ്പോ അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാൽ ഭയങ്കര എന്തുവാ പറയാ, എന്റെ കഷ്ടപ്പാട് ഞാൻ ആദ്യം വിചാരിച്ചത് ശരി ഒരു ഇൻസ്പിറേഷൻ പറയാം, അത് കഴിഞ്ഞിട്ട് കഷ്ടപ്പാട് പറയാം. എന്നിട്ട് അനുവാദമില്ലാതെ ഒരാളുടെ ശരീരത്തെ സ്പർശിക്കാൻ ഒരാൾക്ക് അവകാശമില്ലെന്ന് പറഞ്ഞാൽ തല്ലുവോ? പിന്നെ ചൂടാണ്ട് ഇല്ല. അത് നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ബിഗ് ബോസിന് നിങ്ങൾക്ക് പരാതി ചെയ്യാമായിരുന്നു. ബിഗ് ബോസിന് എവിടെ പരാതി ചെയ്യും? പറയട്ടെ. പറയൂ, എന്താ? ഇതാണ് അവിടെ. ഇത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. ചെയ്യാൻ പറ്റില്ലല്ലോ. 100% ഡെഡിക്കേഷനിലാണ് ഞാൻ ആ ഷോയിൽ നിന്നത്. ഭയങ്കരം തന്നെ. ജിൻഡോ ഫാൻസ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ. ജിൻഡോ ഫാൻസ് വന്നിട്ട് ഇപ്പോഴേ എനിക്ക് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ പൊങ്കാലയ്ക്ക് കൈ കണക്കൂല അത്രയ്ക്ക്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഈ ഗെയിം പ്ലാൻ എന്ത് തന്നെ ആയിരുന്നാലും അവസാനം ബിഗ് ബോസിന്റേതായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ വരുമ്പോൾ പല ഗെയിം പ്ലാനുകളും അവിടെ മാറിപ്പോകും. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.